നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാറുകളുടെ നമ്പർ പ്ലേറ്റുകൾ മോഷ്ടിക്കപ്പെടാതിരിക്കാൻ ലളിതമായ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പരിഗണിക്കണമെന്ന് കാർ ഉടമകൾക്ക് നിർദ്ദേശം. വെറും 2.5 പൗണ്ട് മാത്രം വിലയുള്ള ഒരു പ്രത്യേക സ്ക്രൂ ഉപയോഗിച്ചാൽ നമ്പർ പ്ലേറ്റുകൾ മോഷണം പോകുന്നത് വലിയൊരു പരിധിവരെ തടയാൻ കഴിയും. ടാബർ പ്രൂഫ് സ്ക്രൂകളാണ് നമ്പർ പ്ലേറ്റ് സംരക്ഷിക്കുന്നതിനായി വാഹന ഉടമകളോട് ഉപയോഗിക്കാൻ പറയുന്നത്. അതുപോലെ വാഹനങ്ങൾ കഴിയുന്നതും ഗ്യാരേജുകളിലോ നല്ല വെളിച്ചമുള്ള ഇടങ്ങളിലോ പാർക്ക് ചെയ്യണമെന്നും ഫോക്സ്റ്റോൺ കമ്മ്യൂണിറ്റി സേഫ്റ്റി യൂണിറ്റ് ഇൻസ്പെക്ടർ നിർദ്ദേശിക്കുന്നു. ഫർ സ്റ്റേജ് 5ന്റെ ധനസഹായത്തോടെ നടത്തുന്ന പദ്ധതിയിൽ ഈ സ്ക്രൂകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ലഭിക്കാത്തവർക്ക് ഈ സ്ക്രൂകൾ ഓൺലൈനിൽ വെറും 2.50 പൗണ്ടിന് വാങ്ങാവുന്നതാണ്. പ്രത്യേകതരം സ്ക്രൂകൾ സാധാരണ ഒരു ഫ്ലാറ്റ് ബ്ലേഡ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഘടിപ്പിക്കാൻ കഴിയുമെങ്കിലും അത് നീക്കം ചെയ്യുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉപകരണം തന്നെ ആവശ്യമാണ്. യുകെയിൽ നിങ്ങൾക്കൊരു ജോലി വേണം. നിങ്ങൾക്കറിയാം, യുകെയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം നല്ലൊരു CV വേണം. ആകർഷകമായ ഓഫറോട് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ CV ഞങ്ങൾ തരുന്നു. വി ആർ CV സ്പെഷ്യലിസ്റ്റ്. ഇംഗ്ലണ്ടിന്റെ സ്മാർട്ട് മോട്ടോർവേ ശൃംഖലയിലെ സാങ്കേതിക വിദ്യകൾ പലപ്പോഴും പ്രവർത്തിക്കാത്തത് സുരക്ഷയെ അപകടത്തിലാക്കുന്നുവെന്ന് BBC റിപ്പോർട്ട് പുറത്തുവന്നു. സുരക്ഷിതമാണെന്ന സ്മാർട്ട് മോട്ടോർവേകളുടെ ചുമതലയുള്ള ഏജൻസിയായ നാഷണൽ ഹൈവേസ് പറയുന്ന സാഹചര്യത്തിലും ഹാർഡ് ഷോൾഡറുകൾ ഇല്ലാത്തതും മറ്റും ഡ്രൈവർമാർക്ക് ആശങ്കകൾ ഉണ്ടാക്കുകയാണ്. പ്രവർത്തനരഹിതമാകുന്ന സാങ്കേതിക വിദ്യകൾ അപകടം സൃഷ്ടിക്കാൻ ഇടയാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കനത്ത ട്രാഫിക്കിൽ അപകട സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ അടിയന്തര വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. മോട്ടോർവേകൾ വികസിപ്പിക്കാനുള്ള പദ്ധതി കഴിഞ്ഞ വർഷം സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പകരം നിലവിലുള്ള നെറ്റ്വർക്ക് സുരക്ഷിതമാക്കാൻ 900 ദശലക്ഷം പൗണ്ട് ഗവൺമെന്റ് നിക്ഷേപിച്ചിട്ടുണ്ട്. യുകെയിൽ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് 70 വർഷത്തിനിടയിലെ ഏറ്റവും പ്രയാസമേറിയ സമയമാണിപ്പോൾ നടക്കുന്നത് എന്ന് ബിൽഡിംഗ് സൊസൈറ്റി അസോസിയേഷന്റെ റിപ്പോർട്ട് പുറത്തുവന്നു. മാതാപിതാക്കളുടെ സഹായമില്ലാതെയോ ഉയർന്ന വരുമാനമില്ലാതെയോ ഒരു വീട് വാങ്ങുക എന്നതിപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വീട് വാങ്ങുന്നതിന് ശരാശരിയേക്കാൾ ഉയർന്ന വരുമാനം ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആളുകളുടെ ശമ്പളത്തെക്കാൾ വേഗത്തിൽ വീടുകളുടെ വില ഉയരുന്നതാണ് ഇതിന് കാരണം. ആളുകൾക്ക് വീട് വാങ്ങാൻ കഴിയുന്ന തരത്തിൽ ഭവന വിപണി മാറേണ്ടതുണ്ടെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മോർഗേജുകൾക്കായി പണം വായ്പ നൽകുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉപഭോക്താക്കളുടെ സംതൃപ്തിയുടെ കാര്യത്തിലും മുടക്കുന്ന പണത്തിന് മൂല്യം ലഭിക്കുന്നതിലും ഉയർന്ന റേറ്റിംഗ് നേടിക്കൊണ്ട് യുകെയിലെ ചെറുകിട മൊബൈൽ നെറ്റ്വർക്ക് ദാതാക്കൾ ഇത്തവണ വാർഷിക സംതൃപ്തി സർവേയിൽ മുന്നിട്ട് നിന്നു. ഈ രംഗത്തെ 4 ഭീമന്മാരെയും ഏറെ പിന്നിലാക്കിക്കൊണ്ടാണ് ചെറു കമ്പനികളുടെ മുന്നേറ്റം. 3739 ഉപഭോക്താക്കളോട് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തൽ നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു സർവേ. 4 വൻ കമ്പനികളുടെയും ഉപഭോക്താക്കൾ അഭിമുഖീകരിക്കുന്നത് ഉയർന്ന നിരക്കുകൾ, മോശപ്പെട്ട ഉപഭോക്തൃ സേവനം തുടങ്ങിയ പ്രശ്നങ്ങളായിരുന്നു. അതേസമയം ചെറുകിട സേവനദാതാക്കളും കൂടുതൽ ചിലവ് കുറഞ്ഞ സേവനമാണ് നൽകുന്നത്. മാത്രമല്ല, മെച്ചപ്പെട്ട ഉപഭോക്തൃ സേവനവും ഇവർ ഉറപ്പാക്കുന്നു. ഉപഭോക്തൃ താൽപര്യ സംരക്ഷണാർത്ഥം നിലകൊള്ളുന്ന വിച്ച് എന്ന സംഘടനയാണ് സർവേ നടത്തിയത്. ലണ്ടൻ PCS മിനി മാരത്തോണിൽ തുടർച്ചയായി 3ാമതും പങ്കെടുത്ത് മെഡൽ കരസ്ഥമാക്കി മലയാളി സഹോദരിമാർ. ലണ്ടനിലെ ആൻമേരി മൽപ്പാനും ക്രിസ്റ്റൽ മേരി മൽപ്പാനുമാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ആയിരങ്ങൾ പങ്കെടുത്ത ഈ വർഷത്തെ ലണ്ടൻ മിനി മാരത്തോണിലെ മിന്നും താരങ്ങളാണ് ഈ സഹോദരിമാർ. സ്പോർട്സിൽ തൽപരരായ ഇവരുടെ തുടർച്ചയായി 3ാമത്തെ മാരത്തോണാണിത്. ലണ്ടനിലെ ആദ്യകാല കുടിയേറ്റക്കാരായ ഇവരുടെ മാതാപിതാക്കൾ ആരോഗ്യ മേഖലയിൽ ജീവനക്കാരായ ചാലക്കുടി സ്വദേശികളായ ഷിജോ മൽപ്പാനും മിനി ഷിജോയുമാണ്. കേരള അപ്ഡേറ്റ്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരാതികളിൽ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ. തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് കുമാറിനെ സ്ഥലം മാറ്റും. പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ വ്യാപക വിമർശനത്തിന് കാരണമായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായത്. അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ അടിയന്തരമായി തന്നെ സ്ഥലം മാറ്റണമെന്നാണ് നിർദ്ദേശം. അതേസമയം പോലീസിനെതിരെ ഉയർന്ന പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും. കാലാവസ്ഥ. ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില 10 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസുമാണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.